അതുകൊണ്ട് ഇത് മാലപ്പടക്കമല്ല, ബൈക്കിൽ അപായപ്പെടുത്താൻ വേണ്ടി തന്നെ ആളുകൾ വരുന്നു, ഗേറ്റിന് പുറകിൽ നിൽക്കുന്നു, ഒരു വസ്തു എറിയുന്നു, അവര് ഓടിച്ചു പോകുന്നു, അതവിടെ പൊട്ടിത്തെറിക്കുന്നു. അത് ട്രയലാണെങ്കിലോ? അല്ല, എനിക്ക് വേണ്ടെന്നേ. കാരണം എന്താണ്? ശോഭാ സുരേന്ദ്രൻ ഇത് ഞാൻ എന്ന് പറയുന്ന സ്ത്രീയെ ഇപ്പൊ അപമാനിച്ചുകൊണ്ട് വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് പോലീസും ആരാണോ പോലീസിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്, അർദ്ധരാത്രി 10:43 ഞാൻ നിങ്ങളോടും പറഞ്ഞിരുന്നു. ഞാൻ എന്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുക. ഞാൻ എന്താ പറഞ്ഞത്? എന്താണ് ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത്? വലിയ ശബ്ദം കേട്ടു. വലിയ ശബ്ദം കേട്ട് ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി. 24 മണിക്കൂറിലധികം സമയം തൊട്ട വീടിന്റെ മുന്നിലുള്ള ചെറുപ്പക്കാരനുണ്ടായിരുന്നല്ലോ, കിട്ടിയല്ലോ. സ്വന്തം അച്ഛനും അമ്മയെയും ഭയപ്പെടുത്തിക്കൊണ്ട് അവരെല്ലാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? ഒരേ ദിവസം കേരളം വിട്ടുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് കൂടിയിട്ട് വിഷു ദിവസം 3 കൊല്ലമായിട്ട് ഞാൻ കാണുന്നു അവിടെ ഒരു പടക്കം പോലും ആ വീട്ടിൽ പൊട്ടിയതായിട്ട് എനിക്കറിവില്ല. പിന്നെ വളരെ വളരെ വയസ്സായിട്ടുള്ള നല്ല എന്താ പറയുക ഈശ്വരവിശ്വാസമൊക്കെ ഉള്ള ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെട്ട വ്യക്തികളാണ് അവർ. എൻ്റെ അറിവിൽ രാഷ്ട്രീയം വേറെയുണ്ട്, അത് പോട്ടെ, അത് ഞാനൊന്നും പരാമർശിച്ചിട്ടില്ലല്ലോ, ഒരു സ്റ്റേറ്റ്മെന്റിലും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ മാർപ്പാപ്പയുടെ ഇത്രയും ഒരു സമയത്ത് പടക്കം പൊട്ടിച്ച് കളിക്കാൻ മാത്രം അവർ വിഡിത്തം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും ഇവരെ ചോദ്യം ചെയ്യാനും മനസ്സിലാക്കാനും ഉണ്ടായിട്ടും ACP എൻ്റെ വീട്ടിൽ കയറി വന്ന ഉടൻ പറഞ്ഞത്, മാഡം ഇത് കൃത്യമായിട്ടും ഞങ്ങൾ അന്വേഷിക്കും, വളരെ കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ അന്വേഷിക്കും. പിന്നെ ബാക്കി അദ്ദേഹം പോലീസിന്റെ ഭാഷ്യത്തിൽ എന്ത് പറഞ്ഞു എന്നതിനെ കുറിച്ച് അതെനിക്ക് വിഷയമേ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് പറയാൻ ഈ ഒരു സബ്ജക്റ്റ് എനിക്ക് എൻ്റെ പൊതുസമൂഹത്തെ, കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് അത് എൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഇത് മാലപ്പടക്കമല്ല, ബൈക്കിൽ അപായപ്പെടുത്താൻ വേണ്ടി തന്നെ ആളുകൾ വരുന്നു, ഗേറ്റിന് പുറകിൽ നിൽക്കുന്നു, ഒരു വസ്തു എറിയുന്നു, അവര് ഓടിച്ചു പോകുന്നു, അതവിടെ പൊട്ടിത്തെറിക്കുന്നു. അത് ട്രയലാണെങ്കിലോ? അല്ല, അത് ട്രയലാണെങ്കിലോ? വീട്ടുകാർക്ക് പരാതി ഇല്ല എന്ന് പിന്നീടാണ് പറഞ്ഞത്, 24 മണിക്കൂറിന് ശേഷം. ആദ്യം ആ വീട്ടുകാരെന്ത് പറഞ്ഞു എന്നതിനെ കുറിച്ച് പോലീസിനറിയാം, ഇവർക്കറിയാം. ഇവരും പോലീസും ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് വീട്ടുകാർ മൊഴി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ആ വിഷയത്തെ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്.